റീവാലുവേഷൻ അക്കൗണ്ടിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനില്ല. ഈ ക്വസ്റ്റ്യനിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റും വരയ്ക്കണം. അപ്പോൾ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ റെഡി. ഗിവൺ ബിലോ ഇസ് ദ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എയും ബിയും തമ്മിലുള്ള ബാലൻസ് ഷീറ്റാണ്. പാർട്ട്നേഴ്സ് എയും ബിയും ആണ്. ഹു ആർ ക്യാരിങ് ഓൺ പാർട്ണർഷിപ്പ്. അവർ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 31 മാർച്ച് 2017 ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റാണ് തന്നിട്ടുള്ളത്. എ ആൻഡ് ബി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 2:1 ആണ്. ഓക്കെ. ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ആസ് അറ്റ് 31 മാർച്ച് 2017. ഓക്കെ. ബിൽസ് പേയബിൾ എന്താണെന്നറിയാം. ബില്ലിൻ്റെ പൈസ കൊടുക്കാനുള്ളത് 10,000 രൂപ. സൺട്രി ക്രെഡിറ്റേഴ്സ് ഇത് രണ്ടും ഔട്ട്സൈഡ് ലാബിലിറ്റിയാണ് 58,000. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ പൈസ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് കൊടുക്കാനുണ്ട്. 2,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്. ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ എൻ്റെത് 1,80,000, ബീൻ്റെത് 1,50,000. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, ഇത്രയും അസറ്റും ഉണ്ട്. നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റ്യനുള്ളത് നോക്കാം. സി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ. സീനെ പാർട്ണറായിട്ട് കൊണ്ടുവരികയാണ്. ഓൺ ദാറ്റ് ഡേറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ അറിയാലോ 31 മാർച്ച് 2017 സീനെ പാർട്ണറായിട്ട് എന്ത് ചെയ്യാണ് കൊണ്ടുവരികയാണ്. ഓൺ ദ ഫോളോയിങ് ടേംസ് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ ടേംസ് എന്താണ് മക്കളെ നോക്കാം. സി കൊണ്ടുവരണം ₹1 lakh 1,00,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. ആൻഡ് 60,000 രൂപ കൊണ്ടുവരണം. എന്തായിട്ടാണ് കൊണ്ടുവരേണ്ടത്? ഗുഡ്വില്ലായിട്ട്. ഈ 1,00,000 രൂപ അയാൾക്ക് പിന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷേ ഈ 60,000 രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 60,000 രൂപ ആർക്കുള്ള സമ്മാനമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കും ബിക്കും ഉള്ളതാണ്. അപ്പോൾ ഏത് റേഷ്യോയിൽ വീതിക്കണം? 1/4 ഷെയർ ആണ് സിക്ക് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. ആ സാക്രിഫൈസ് റേഷ്യോയിൽ എക്കും ബിക്കും വീതിക്കണം. എൻ്റെ റീസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ ഈ ക്വസ്റ്റിലെ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉപയോഗിക്കാം. കാരണം എന്താണെന്നറിയോ? ഓൾഡ് റേഷ്യോ 2:1 അല്ലേ. 2+1 ആണ് 3 വരിക. പിന്നെ 4 ഷെയർ ആക്കിയിട്ടില്ല ഒരു 1 ഷെയർ ആർക്ക് കിട്ടും? സി കിട്ടും. അപ്പോൾ 2:1 ആണ്. 1/4 ആയി. ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്കത് ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ചെയ്തിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ്. പ്ലാന്റിൻ്റെ വാല്യൂ കൂട്ടി. എത്ര രൂപ കൂട്ടി? 1,20,000 കൂടി എന്നല്ല, 1,20,000 ആയി എന്നാണ്. കണ്ടോ? 1,20,000 പറഞ്ഞാൽ ഇപ്പോൾ 1,20,000 ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എത്രയായിരുന്നു? 1 lakh ആണ്. ഇപ്പോൾ എത്രയായിട്ട് മാറി? 1,20,000. 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1,20,000 ആണ്. സോ 20,000 കൂടി. ആ 20,000 റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. വാല്യൂ ഓഫ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി. ഈസ് ടു ബി അപ്രീസിയേറ്റഡ്. എത്ര ശതമാനം കൂടി? 10% കൂടി എന്നാണ് പറഞ്ഞത്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട്. സ്റ്റോക്ക് കണ്ടെത്തുകയാണ്. ഓവർ വാല്യൂഡ്. സ്റ്റോക്കിൻ്റെ വാല്യൂ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 4,000 ഓവർ വാല്യൂഡ് ആണ്. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ്. സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്. എത്ര രൂപ? 4,000. സ്റ്റോക്കിൻ്റെ പഴയ വാല്യൂ എത്ര? 40,000. ശരിക്കും അതിൻ്റെ വാല്യൂ 36,000 വരാൻ പാടുള്ളൂ. കാരണം എന്താ? ഈ 40,000 എന്നുള്ളതിൽ 4,000 രൂപ കൂടി കിടക്കുകയാണ്. ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചതാണ്. 5% ആണ് ഡെപ്റ്റേഴ്സിൻ്റെ മേലെ. ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാത്ത ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ലാബിലിറ്റി കൂട്ടി കാണിക്കണം. റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം, അതായത് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ച പുതിയ ഫേം. പാർട്ണേഴ്സ് മാറിക്കഴിഞ്ഞാൽ പുതിയ ഫേമായി മാറും. ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. നമുക്ക് ഈസിയാണ്, വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട്. ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ വി പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഡെബിറ്റിൽ നഷ്ടം എഴുതും, ക്രെഡിറ്റിൽ ലാഭം എഴുതും. കുറേ പഠിച്ചു അല്ലേ? പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഈ സൈഡ് ഡെബിറ്റ് എന്നും ഈ സൈഡ് ക്രെഡിറ്റ് എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റിൽ, ലാബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റിൽ, കാരണം ലാഭം. അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റിൽ, ലാബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റിൽ. പഠിച്ചതാണ്. നെക്സ്റ്റ് നോക്കാം എന്തൊക്കെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുക. അത് റീവാലുവേഷൻ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കണം. ജേണൽ എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഗുഡ്വില്ലൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് റീവാലുവേഷനിൽ ആദ്യം വരുന്ന, ഞാൻ ഫസ്റ്റ് കാണുന്ന ആയിട്ട് ഇതാണ്.
പ്ലാന്റ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ്, പ്ലാന്റിന്റെ വാല്യൂ കൂടി ടു റുപ്പീസ് 1,20,000, 1,20,000 കൂടി. 2 എന്ന് പറഞ്ഞാൽ 1,20,000 കൂടി. അപ്പോൾ ആദ്യം എത്ര ആയിരുന്നു? 1 lakh ആയിരുന്നു. 1,20,000 ആയി എന്ന് പറഞ്ഞാൽ എത്ര കൂടി? 20,000. ഈ 20,000 പ്രോഫിറ്റ് അല്ലേ? അസറ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് അല്ലേ? യെസ്, പ്രോഫിറ്റ് ആകുമ്പോൾ ഇവിടെ എഴുതാം ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി. 1,20,000 ആയി മാറി. ആദ്യം 1 lakh ആയിരുന്നു. സോ 20,000 കൂടി. ഇത്രയും ഇൻകമാണ്, പ്രോഫിറ്റാണ് അസറ്റ് കൂടിയപ്പോൾ ക്രെഡിറ്റിൽ. ജേണൽ എൻട്രി അറിയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ, അസറ്റ് കൂടുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചതാണ്. ഈ നെക്സ്റ്റ് വാല്യൂ ഓഫ് ബിൽഡിംഗ്, ബിൽഡിങ്ങിൻ്റെ വാല്യൂ അപ്രീസിയേറ്റ് ആയി, ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ, ഇതാണ് എൻട്രി. ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടുമ്പോൾ അതും ലാഭമല്ലേ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ എഴുതുക. അസറ്റ് കൂടുന്നൊക്കെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ബൈ ബിൽഡിംഗ്. എത്ര ശതമാനം കൂടി എന്നാണ് പറഞ്ഞത്? 10%. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പഴയ വാല്യൂ എത്രയും നോക്കണം. ബിൽഡിങ്ങിൻ്റെ പഴയ വാല്യൂ ഇവിടെ ഉള്ളത് 1,50,000 ആണ്. അതിൻ്റെ 10% കൂടി. അപ്പോൾ കാൽക്കുലേഷൻ ഇവിടെ എഴുതാം. 1,50,000 ഇൻറ്റു 10%, 15,000 ഇതാണ് കിട്ടുക. നെക്സ്റ്റ് അടുത്ത ഐറ്റം, സ്റ്റോക്ക് ഈസ് ഫൗണ്ട്, സ്റ്റോക്ക് കണ്ടെത്തി, ഓവർ വാല്യൂഡാണ് കണ്ടെത്തി. സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 40,000. എത്ര രൂപ ഓവർ വാല്യൂഡാണ്? 4,000. അപ്പോൾ ശരിക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ 40,000 കാണിക്കേണ്ട, 36,000 കാണിച്ചാൽ മതി. കാരണം 4,000 ഇതിൽ കൂടി കിടക്കുകയാണ്, ഓവർ വാല്യൂഡാണ്. അപ്പോൾ 4,000 കുറക്കണം. കുറയ്ക്കുമ്പോൾ ഡെബിറ്റിൽ എഴുതുക. അസറ്റ് കുറയ്ക്കുമ്പോൾ ഡെബിറ്റിൽ ടു സ്റ്റോക്ക്. 40,000 കാണിച്ചത്, പക്ഷെ അതൊരു 36,000 വരാൻ പാടുള്ളൂ. സോ 4,000 രൂപ ഓവർ വാല്യൂഡാണ്. അത് കുറക്കുമ്പോൾ ഡെബിറ്റിലിടുക. നെക്സ്റ്റ് അടുത്തത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ലാബിലിറ്റിയാണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലാബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റിൽ എഴുതുക അല്ലേ? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ പഠിച്ചല്ലേ? ലാബിലിറ്റി കൂടുമ്പോൾ ലാബിലിറ്റി അക്കൗണ്ട് ക്രെഡിറ്റും റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റും. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഡെപ്റ്റേഴ്സിൻ്റെ 5% ആണ് മക്കളെ. ലാബിലിറ്റി കൂടുമ്പോൾ നഷ്ടമല്ല, നഷ്ടം കൂടെ എഴുതുക. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇത് കാൽക്കുലേഷൻ ചെയ്യണം. എത്രയാണ് മക്കളെ? ഡെപ്റ്റേഴ്സ് 60,000, അതിൻ്റെ 5% അല്ലേ പ്രൊവിഷൻ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് 60,000 ഇൻറ്റു 5% ചെയ്ത് നോക്കുക. 60,000 ഇൻറ്റു 5%, 3,000 നമ്മുടെ പ്രൊവിഷൻ. ലാബിലിറ്റി കൂട്ടി കാണിച്ചു. നെക്സ്റ്റ് അടുത്തത് ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ അൺറെക്കോർഡാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണം, ലാബിലിറ്റി കൂട്ടണം മക്കളെ. ലാബിലിറ്റി കൂട്ടുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ്, ഡെബിറ്റിൽ ഏതാ വരിക? റീവാലുവേഷൻ അല്ലേ? ലാബിലിറ്റി കൂട്ടുമ്പോൾ നഷ്ടമാണ്, ഇവിടെ എഴുതുക ടു ക്രെഡിറ്റേഴ്സ്. എത്ര രൂപ റെക്കോർഡ് ചെയ്തിട്ടില്ല ക്രെഡിറ്റേഴ്സിൽ? 1000 രൂപ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ് 1000, അത് റെക്കോർഡ് ചെയ്തു. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം, അൺറെക്കോർഡഡ് ആണ്. അത് റെക്കോർഡ് ചെയ്യാത്തത് റെക്കോർഡ് ചെയ്താണ്. സോ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഇത് ബാലൻസ് ചെയ്താൽ നമുക്ക് റീവാലുവേഷൻ്റെ പ്രോഫിറ്റോ ലോസോ ഒന്നും മനസ്സിലാവും. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ്, ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ലോസ്. നോക്കാം. ഇവിടെ 20,000 മെഷീനറിൻ്റെ വാല്യൂ കൂടി, 15,000 രൂപ ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടി. സോ 35,000 രൂപ അസറ്റ് കൂടിയപ്പോൾ 35,000 ആണ് നമ്മുടെ മൊത്തം പ്രോഫിറ്റ്. രണ്ട് സൈഡും കൂട്ടണം. വലുതാണ് എഴുതി വെക്കേണ്ടത്. ഈ സൈഡ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏതാ വലുത് എന്നുള്ളത്. 1000 രൂപ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. അത് റെക്കോർഡ് ചെയ്തപ്പോൾ അത് നഷ്ടമായി മാറി. 35,000 മൈനസ് 1000. പിന്നെ 3,000 രൂപ നമ്മുടെ പ്രൊവിഷൻ വെച്ചു, അപ്പോൾ അത് നഷ്ടമായി മാറി. മൈനസ് 4,000 രൂപ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ചു, അപ്പോൾ അതും നമുക്ക് നഷ്ടമായിട്ട് മാറി. അപ്പോൾ 27,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക? ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ആരൊക്കെയാണ് ഓൾഡ് പാർട്ണേഴ്സ്? എയും ബിയും. ഏത് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഓൾഡ് റേഷ്യോയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ 27,000 ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുകയാണ്. 27,000 ഇൻറ്റു എത്ര മക്കളെ? ഓൾഡ് റേഷ്യോ 2:1 അല്ലേ? അപ്പോൾ 2/3 ആണ് നമ്മുടെ. 2:1 എങ്ങനെ വീതിക്കുക? 2/3 ആണ് നമ്മുടെ ആർക്ക് കിട്ടുക? എക്ക് കിട്ടുക. 27,000 ഇൻറ്റു 2/3, 18,000 എക്ക്. പിന്നെ 27,000 ഇൻറ്റു 1/3 ആർക്കാണ്? 9,000 ഉണ്ടാവും. ഇതാർക്ക് കിട്ടും? നമ്മുടെ ബിക്കും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക. ക്ലിയർ അല്ലേ പോയിന്റ്? 18,000 9,000 ചെക്ക് ചെയ്ത് നോക്കാം. 18,000 9,000 എക്കും ബിക്കും. നെക്സ്റ്റ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ 3 പാർട്ണേഴ്സ് ഉണ്ട്. ഈ 3 പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. ശ്രദ്ധിക്കുക,
ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ഒരു LFൻ്റെ കോളം, പാർട്ണർ എ, പാർട്ണർ ബി, പാർട്ണർ സി, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ഒരു LFൻ്റെ കോളം, പാർട്ണർ എ, പാർട്ണർ ബി, സി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, A, B, C, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, A, B, C. മക്കളെ ശ്രദ്ധിക്കുക, ആദ്യം പാർട്ണേഴ്സിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ നോക്കണം. ആർക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക? പഴയ പാർട്ണേഴ്സ് അല്ലേ. എക്ക് 1,80,000 തുടങ്ങുമ്പോൾ കൊടുക്കാണ്ട്, ബിക്ക് 1,50,000 കൊടുക്കാണ്ട്. മക്കളെ പാർട്ണേഴ്സിന് കൊടുക്കാണ്ട് ക്രെഡിറ്റിൽ എഴുതുക. കൊടുക്കാനുള്ളതൊക്കെ ലാബിലിറ്റിയാണ്. ലാബിലിറ്റിയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ ക്രെഡിറ്റിൽ എഴുതുക. ബൈ ബാലൻസ് ബി ബാർ ഡി 1,80,000 എക്ക് കൊടുക്കാണ്ട്, ബിക്ക് എത്ര കൊടുക്കാണ്ട്? 1,50,000. 1,50,000 ബി കൊടുക്കാണ്ട്. സിക്ക് എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗുഡ് വില്ല് കൊണ്ടുവരുമ്പോൾ 1,00,000 രൂപ സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂട്ടി കാണിക്കണം. കാരണം അത് ക്യാപിറ്റലായിട്ട് കാണിക്കണം. നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ എൻട്രി മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ്, കൊണ്ടുവരുമ്പോൾ പൈസ എവിടെ കയറും? ബൈ ബാങ്ക്. ഈ ബാങ്ക് എങ്ങനെ വന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ കാണണം. എത്രയാണ് ബാങ്കിൽ കയറുക? 1,00,000. ഈ 1,00,000 സിക്ക് കൊടുക്കാനുള്ള പൈസയാണ്. സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഗുഡ് വില്ല് ഉണ്ട് അല്ലേ, ഒരു 60,000 രൂപ ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗുഡ് വില്ല് നമ്മൾ ഏത് റേഷ്യോയിൽ വീതിക്കണം എന്നറിയോ? സാക്രിഫൈസ് റേഷ്യോയിൽ വീതിക്കണം. അപ്പോൾ ഞാനിവിടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. സാക്രിഫൈസ് റേഷ്യോ മക്കളെ, സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഓൾഡ് റേഷ്യോന്ന് ന്യൂ റേഷ്യോ കുറക്കണം. ഈ ക്വസ്റ്റിൽ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓൾഡ് റേഷ്യോന്ന് ന്യൂ റേഷ്യോ കുറക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എന്നറിയോ? ഓൾഡ് റേഷ്യോ എത്രയെന്ന് അറിയണം. ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി 2:1 ആണ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ നമുക്കറിയില്ല, പക്ഷെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഹെഡിങ് എഴുതുകയാണ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹിൻ്റ് ഉണ്ട്, നോക്കാം. 1/4 ഷെയർ ആണ് ഫ്യൂച്ചർ പ്രോഫിറ്റിൽ സിക്ക് കിട്ടുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ്, സീസ് ന്യൂ ഷെയർ 1/4. അപ്പോൾ നമ്മൾ അടുത്തെന്ത് എഴുതണം? റിമൈനിങ് ഷെയർ എത്രയാണ്? 3/4 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എൻ്റെ ന്യൂ ഷെയറും ബീൻ്റെ ന്യൂ ഷെയറും ഇത് വെച്ച് കാണാം. എസ് ന്യൂ ഷെയർ, എൻ്റെ ന്യൂ ഷെയർ എങ്ങനെ കാണുക? എൻ്റെ ഓൾഡ് ഷെയർ എത്ര മക്കളെ? 2/3 ആണ്. അതേ ഇൻറ്റു 3/4. ഇത് ചെയ്താൽ മതി. 2 × 3 6, 3 × 4 12. ഇനി അതേപോലെ നമുക്ക് ആരതും കാണാം. ബീൻ്റെ ന്യൂ ഷെയർ കാണാം. ബീസ് ന്യൂ ഷെയർ റേഷ്യോ കാൽക്കുലേഷനൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോ നോക്കി പഠിക്കേട്ടോ. എത്രയാണ്? 1/3 ആണ് ഓൾഡ് ഷെയർ. അതേ ഇൻറ്റു 3/4. 1 3 3 3 4 12. അപ്പോൾ നമുക്ക് എൻ്റും ബീൻ്റും കിട്ടി. ഇനി നമ്മൾ എഴുതേണ്ടത് സീൻ്റെ ആണ്. സീൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 1/4 അല്ലേ. ഇതവിടെ ഉണ്ട് 1/4. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതുക? ഇതിനെ 12 ആക്കണമെങ്കിൽ ഇവിടെ 3 ഗുണിക്കുക, ഇവിടെ 3 ഗുണിക്കുക. അപ്പോൾ 3/12. അപ്പോൾ നമുക്ക് താഴെ എഴുതാം, ന്യൂ റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി ഈസ് ഈക്വൽ ടു 6:3:3. 6:3:3. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 2:1:1 എന്ന് എഴുതാം. ഇതാണ് ന്യൂ റേഷ്യോ. ഇനി നമ്മൾ എൻ്റെയും ബീൻ്റെയും, എക്കും ബിക്കും അല്ലേ സാക്രിഫൈസ് ഉണ്ടാവുള്ളൂ. വരുന്ന ആൾക്ക് സാക്രിഫൈസ് ഉണ്ടാവില്ലല്ലോ. ഓൾറെഡി ഉള്ള ആളുകളല്ലേ സാക്രിഫൈസ് ചെയ്യേണ്ടത്. സോ എൻ്റെ സാക്രിഫൈസും ബീൻ്റെ സാക്രിഫൈസും കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുഡ് വിൽ ഡിവൈഡ് ചെയ്യാൻ. ഇവിടെ എഴുതാണ് എസ് സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഓൾഡ് റേഷ്യോ ഒന്ന് ന്യൂ റേഷ്യോ കുറക്കുക. അപ്പോൾ എൻ്റെ ഓൾഡ് എത്ര മക്കളെ?
എൻ്റെ ഓൾഡ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 2/3 ആണ്. എൻ്റെ സാക്രിഫൈസ് കാണെങ്കിൽ എൻ്റെ ഓൾഡ് എത്രയാണെന്ന് അറിയണം. അതിൽ നിന്ന് എൻ്റെ ന്യൂ കുറക്കണം. എൻ്റെ ന്യൂ എത്രയാണ്? 2:1:1 അല്ലേ? അപ്പോൾ 2/4 വരും. ഇത് ചെയ്താൽ എൻ്റെ സാക്രിഫൈസ് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 4 8, 2 3 6, 3 4 12, 2/12. നെക്സ്റ്റ് ബീൻ്റെ സാക്രിഫൈസ്. ബീസ് സാക്രിഫൈസ് എങ്ങനെ ബീൻ്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കുക? ബീൻ്റെ ഓൾഡ് എത്ര? 1/3. ബീൻ്റെ ന്യൂ എത്ര? 1/4. 1 4 4, 1 3 3, 3 4 12, 1/12. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ എത്രയാണ് മക്കളെ? 2:1. ഇതാണ് സാക്രിഫൈസ് റേഷ്യോ. ഈ സാക്രിഫൈസ് റേഷ്യോയിലാണ് എക്കും ബിക്കും 60,000 ഗുഡ്വിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ ഞാനത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഏത് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്? 2:1. നമുക്കിത് ഓൾഡ് റേഷ്യോ അല്ല കേട്ടോ. ആ ട്രിക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ഇത് ഓൾഡ് റേഷ്യോ അല്ല. ഇവിടുത്തെ കോൺസെപ്റ്റ് സാക്രിഫൈസ് റേഷ്യോ ആണ്. രണ്ടും സെയിം ആണെന്ന് മാത്രം. അപ്പോൾ 60,000 ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഇത് 60,000 രൂപ അയാൾ ഗുഡ്വില്ലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ 60,000 രൂപ എക്കും അതുപോലെ ബീൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ 60,000 × 2/3 എത്ര ഉണ്ടാവും? എക്ക് 40,000 അതിൽ ഷെയർ കൊടുക്കണം. അതുപോലെ ബിക്ക് എത്ര കൊടുക്കണം? ബാക്കി 20,000 ഉണ്ടാവും. ക്ലിയർ അല്ലേ പോയിന്റ്? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ റീവാലുവേഷൻ അക്കൗണ്ട് എടുക്കുക. ഗുഡ്വില്ലിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത റീവാലുവേഷൻ അക്കൗണ്ട് എടുക്കുക. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ എന്തുണ്ട്? പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഉണ്ട്. ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വായിക്കുക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒന്നുകൂടെ വായിച്ച്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് അല്ലേ? കാരണം എന്താണെന്നറിയോ? ഇത് പ്രോഫിറ്റ് ആണ്. എക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? 18,000. അത് എൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ബിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? 9,000. ഇത് ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. കാരണം പ്രോഫിറ്റ് ആകുമ്പോൾ കൊടുക്കലാണ്, കൊടുക്കുമ്പോൾ ക്രെഡിറ്റിൽ എഴുതാം. ക്ലിയർ അല്ലേ പോയിന്റ്? സോ ഞാൻ ഇവിടെ എഴുതുകയാണ്. ആ അക്കൗണ്ടിൻ്റെ പേരെന്താ? റീവാലുവേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എഴുതുക ബൈ റീവാലുവേഷൻ. എൻ്റെ ക്രെഡിറ്റിൽ 18,000, ബീൻ്റെതിൽ എത്ര എഴുതണം? ബീൻ്റെതിൽ 9,000. ഇത് കൊടുക്കാനുള്ള പൈസയാണ്. സോ കഴിഞ്ഞു. ഇനി നമ്മളിത് ബാലൻസ് ചെയ്താൽ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആകാൻ പോവാണ്. ശ്രദ്ധിക്കുക. എത്ര മക്കളെ? എക്ക് ആദ്യം കൊടുക്കാനുള്ള പൈസ 1,80,000 അല്ലേ? പ്ലസ് ഈ 40,000 ഗുഡ്വിൽ കൊടുക്കണ്ടേ? 1,80,000 പ്ലസ് 40,000 പ്ലസ് 18,000 രൂപ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് കൊടുക്കണ്ടേ? പ്ലസ് 18,000. എത്ര രൂപ ഉണ്ട്? 2,38,000. ഇതാണ് എക്ക് കൊടുക്കാനുള്ള പൈസ. അത് രണ്ട് സൈഡിലും എഴുതി വെച്ചു. ഇതിനാണ് നമ്മളെന്ത് വിളിക്കുകയെന്നറിയോ? ടു ബാലൻസ് സി ബാർ ഡി എന്ന് വിളിക്കുക. ടു ബാലൻസ് സി ബാർ ഡി. എക്ക് 2,38,000 ഇപ്പം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കാനുണ്ട്. ഇതാണ് ഇനി ബാലൻസ് ഷീറ്റ് കാണിക്കുക, സി ബാർ ഡി. ഇനി ബിക്ക് 1,50,000 ആദ്യം കൊടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ സി വന്നതിൻ്റെ ഭാഗമായിട്ട് 20,000 ഗുഡ്വിൽ കിട്ടി, അത് കൊടുക്കണം. പിന്നെ 9,000 രൂപ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് കിട്ടി, അത് കൊടുക്കണം. അങ്ങനെ 1,79,000 ആർക്ക് കൊടുക്കാനുണ്ട്? ബിക്ക് കൊടുക്കാനുണ്ട്. 1,79,000 1,79,000 ഒന്നും കുറക്കാനില്ല. അതുകൊണ്ട് ഫുൾ എമൗണ്ട് നമ്മൾ അയാൾക്ക് കൊടുക്കാനുള്ള പോലെ കാണിക്കണം. ഇതാണ് അയാൾക്ക് ഇനി കൊടുക്കാനുള്ള ക്യാപിറ്റൽ എമൗണ്ട്. അതുപോലെ സിക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ, സി ക്യാപിറ്റലായിട്ട് ഇറക്കിയിട്ടുള്ള 1,00,000. 1,60,000 അല്ല, അതിൽ 60,000 ഗുഡ്വിലാണ്. അയാൾക്ക് കൊടുക്കാൻ പാടില്ല. 1,00,000 രൂപ അയാളുടെ ക്യാപിറ്റലായിട്ട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാം. ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉള്ളത്. 2,38,000, 1,79,000, 1,00,000. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള അക്കൗണ്ട് ഏതാണെന്നറിയോ? ബാലൻസ് ഷീറ്റാണ്. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഞാൻ പ്രിപ്പയർ ചെയ്യാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം, അതായത് പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഏതാ ഡേറ്റ്? 31/3/2017. അതല്ല നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഡേറ്റ്. ആ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പുതിയ പാർട്ണർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ആ മാറ്റങ്ങൾ സംഭവിച്ച ബാലൻസ് ഷീറ്റ്. സോ അതും കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലാബിലിറ്റീസ്, പിന്നെ എമൗണ്ട് കോളം, പിന്നെ ഒരു അസറ്റ് സൈഡ്, എമൗണ്ട് കോളം. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് പഠിച്ചോളൂ. ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പഴയ ബാലൻസ് ഷീറ്റ് ഒന്ന് പോയി നോക്കണം. പഴയ ബാലൻസ് ഷീറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ബിൽസ് പേയബിൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് എഴുതാം. ക്യാപിറ്റൽ ആദ്യം എഴുതാം. ക്യാപിറ്റൽ,
ഞാനിവിടെ എഴുതാൻ പോവാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എഴുതുമ്പോൾ മക്കളത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം അല്ലേ? അപ്പോൾ 3 പാർട്ണർ ഉണ്ട്. ആരൊക്കെയാണ് 3 പാർട്ണർ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 ആളെ എമൗണ്ട് എഴുതണം. ഏത് എമൗണ്ട് എഴുതാമെന്നറിയോ? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചതിന് ശേഷമുള്ള ക്യാപിറ്റൽ എക്ക് 2,38,000, ബിക്ക് 1,79,000, സിക്ക് 1,00,000. അതാണ് ഇനി എഴുതേണ്ടത്. എക്ക് 2,38,000, ബിക്ക് 1,79,000, സിക്ക് 1,00,000. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ സെപ്പറേറ്റ് എഴുതാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഇതേപോലെ കൂട്ടി എഴുതിയാൽ മതി. 2,38,000 പ്ലസ് 1,00,000, 5,17,000 ക്യാപിറ്റലായിട്ട് കാണാം. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. പഴയ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഐറ്റം ഏതാണ്? ബിൽസ് പേയബിൾ. ഈ ബിൽസ് പേയബിളിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ബിൽസ് പേയബിൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കൊടുക്കാണ്ടാവുക. അവിടെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ബിൽസ് പേയബിൾ 10,000 നമ്മൾ ലാബിലിറ്റി സൈഡിൽ ഇപ്പോഴും കൊടുക്കാനുള്ള പോലെ കാണിക്കണം. ബിൽസ് പേയബിൾ 10,000. ബിൽസ് പേയബിൾ 10,000 ഇത് ഞാൻ അവിടെ കാണിച്ചു. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നമ്മുടെ അടുത്ത ഐറ്റം ഏതാ നോക്കാം. അടുത്ത ഐറ്റം നമ്മൾ നോക്കുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന് എത്ര കൊടുക്കാണ്ട്? 58,000. പക്ഷേ ഈ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. 5ാമത്തെ പോയിന്റ്, 1,000 രൂപ ക്രെഡിറ്റേഴ്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്യുമായിരുന്നെങ്കിൽ 59,000 ക്രെഡിറ്റേഴ്സ് ഇല്ലേ? അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തു. നമ്മളത് കറക്റ്റായിട്ട് പ്രോഫിറ്റായിട്ട് നമ്മുടെ ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. റിവാലേഷൻ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ 1,000 രൂപ നമ്മുടെ ശരിക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും 58,000 അല്ല, ശരിക്കും 1,000 കൂടെ കാണിച്ചിട്ട് എത്ര ആക്കണം? 59,000 ആക്കണം. കാരണം അതും കൂടെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 59,000 ഇപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉള്ളത്. സോ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതേണ്ട എമൗണ്ട്, ഇനി ഞാൻ എഴുതേണ്ട എമൗണ്ട് 58,000 അല്ല. 58,000 ഓൾറെഡി ഉണ്ട്. 1,000 രൂപ റെക്കോർഡ് ചെയ്യാനുണ്ട്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശരിക്കും എത്ര ഉണ്ടാവും? പുതിയ ക്രെഡിറ്റേഴ്സ് 59,000 ഉണ്ടാവും. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ഐറ്റം എനിക്ക് കാണാൻ പറ്റുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വേറെ ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. സോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആ 2,000 തന്നെ കാണിച്ചാൽ മതി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2,000. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 2,000. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ അസറ്റ് സൈഡ് പോവാണ്. അസറ്റ് സൈഡ് പോകുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് കാണുന്നുണ്ട് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. അത് രണ്ടും നമുക്ക് ലാസ്റ്റ് എഴുതാം. ബാക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? നമുക്ക് ഈ ഫിക്സ്ഡ് അസറ്റുകളൊക്കെ ആദ്യം എഴുതാം. ഓക്കെ, ഏതാ ഫിക്സ്ഡ് അസറ്റ് ഉള്ളത്? ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് 1,50,000 ആണ്. പക്ഷേ ഞാൻ പറയുന്നു ഇപ്പോൾ ഇതിൻ്റെ വില 1,50,000 അല്ല. ഈ ക്വസ്റ്റിലൊരു കാര്യം പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീസിയേറ്റഡ് ബൈ 10%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 15,000 രൂപ കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1,50,000 ഒരു 15,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇപ്പോൾ എത്ര വില ഉണ്ട്? 1,65,000. കാരണം 1,50,000 ആണ് പഴയത്. അതിലേക്ക് 15,000 രൂപ കൂടിയില്ല. നമ്മൾ റീവാലേഷൻ കൂടെ ക്രെഡിറ്റിൽ 15,000 എഴുതിയിട്ടുണ്ടാവും, കാരണം പ്രോഫിറ്റ് ആയതുകൊണ്ട്. സോ അപ്പോൾ ശരിക്കും എത്ര ഉണ്ടാവും? 1,65,000 ഉണ്ടാവും ഇപ്പോഴത്തെ വില. അപ്പോൾ നമ്മളിവിടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ 1,65,000 എഴുതണം. ബിൽഡിങ് പഴയ വാല്യൂ എത്രയാണ്? 1,50,000. അതിലേക്ക് 10% കൂട്ടുമ്പോൾ പ്ലസ് 15,000 കൂടെ ആഡ് ചെയ്യണം. എത്ര ഉണ്ടാവും? 1,65,000 ഉണ്ടാവും ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം ഏതാണെന്നറിയോ? അടുത്ത ഫിക്സ്ഡ് അസറ്റ് എടുക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഇതിൽ ഒരു ഐറ്റം എടുക്കാതിരിക്കാൻ പാടില്ല കേട്ടോ. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ വില 1,00,000 ആണ്. പക്ഷേ ക്വസ്റ്റിൽ പറയുന്നുണ്ട് അതിൻ്റെ വില കൂടിയിട്ട് ഇപ്പോൾ 1,20,000 ആയിട്ടുണ്ട്. അപ്പോൾ 1,20,000 ആണ് ഇപ്പോഴത്തെ വില കാണിക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില എത്രയാണ്? 1,20,000 ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000 ആണ് അതിൽ കാണുന്നത്. പക്ഷേ 1,20,000 ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇനി എഴുതേണ്ട വില എത്രയാണ്? 1,20,000 ആണ്. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ക്വസ്റ്റിലുള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വില 40,000 ആണ് ശരിക്കും ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ അത് ഓവർ വാല്യൂഡ് ആണ്. 4,000 അല്ലേ? 4,000 രൂപ കൂട്ടി എഴുതിയതാണ്. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ ശരിക്കും ഇപ്പോൾ എത്ര വില ഉണ്ടാവുള്ളൂ? സ്റ്റോക്ക് ഇപ്പോൾ 36,000 കാണാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില നമ്മൾ എഴുതുമ്പോൾ 36,000 ആണ് കാണിക്കേണ്ടത്. സ്റ്റോക്ക് 40,000 ആണ് അവിടെ തന്നത്. പക്ഷെ 4,000 രൂപ ഓവർ വാല്യൂഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചു. ശരിക്കും എത്ര വിലയുള്ളൂ? 36,000 ഉള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്താണെന്നറിയോ? അടുത്ത ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറയ്ക്കണം നമ്മൾ. കാരണം നമ്മളത് പ്രൊവിഷൻ ട്രീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗത്ത് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ കുറയ്ക്കണം. പ്രൊവിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3,000 രൂപ പ്രൊവിഷൻ. നിങ്ങൾ റീവാലേഷൻ അക്കൗണ്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് സൺട്രി ഡെപ്റ്റേഴ്സ് 60,000. ഈ പ്രൊവിഷൻ ലാബിലിറ്റി സൈഡിൽ എഴുതിയാലും ആൻസർ കിട്ടും. പക്ഷേ ശരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആയതുകൊണ്ട് അവിടെ കുറയ്ക്കുന്നത് കേട്ടോ.
അതുകൊണ്ട് ലാബിലിറ്റി ആയിട്ട് അവിടെ എഴുതാതെ ഇവിടെ കുറച്ച് കാണിക്കുന്നത്. അവിടെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇവിടെ കുറച്ചാലും മതി. ശരിക്കും ഇവിടെ കുറയ്ക്കാണ് വേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എത്ര രൂപ കുറയ്ക്കണം? 3000. ശരിക്കും അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 57,000 ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള എമൗണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ഉള്ള ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 10,000 ഞാൻ എഴുതുകയാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 10,000. ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. ഇനി ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്കിനൊന്ന് ബ്രാക്കറ്റ് ഇടാം. ക്യാഷ് അറ്റ് ബാങ്കിൽ ഓൾറെഡി എത്ര എമൗണ്ട് ഉണ്ട് മക്കളെ? ക്യാഷ് അറ്റ് ബാങ്കിൽ എത്ര എമൗണ്ട് ഉണ്ട്? 40,000 അല്ലേ? ഈ 40,000-ന് പുറമെ സി ഒരു 1,00,000 രൂപ ക്യാപിറ്റലായിട്ടും ആദ്യം 40,000 ഉണ്ട്, പിന്നെ 1,00,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു, പിന്നെ 60,000 രൂപ ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നു. ഈ എമൗണ്ട് അവിടെ ഉണ്ടാവില്ലേ? 2,00,000. ഇതിലൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഡൗട്ട് എന്താണെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. അതായത് തുടങ്ങുമ്പോൾ 40,000 ഉണ്ടായിരുന്നു, പിന്നെ 1,60,000 ആര് കൊണ്ടുവന്നു? നമ്മുടെ സി കൊണ്ടുവന്നു. അപ്പോൾ എത്ര ഉണ്ടാവും? 2,00,000. സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കുന്ന ഡൗട്ടാണ്, അതിൽ 60,000 രൂപ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? 1,00,000 ആഡ് ചെയ്താൽ പോരെ? 1,60,000 എന്തിനാണ് കാണിക്കുന്നത്? 60,000 രൂപ നമ്മൾ എക്കും ബിക്കും വീതിച്ചു കൊടുത്തില്ലേ? നമ്മളത് വീതിച്ചു കൊടുത്തിട്ടില്ല. അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂട്ടി കാണിച്ചതാണ് മക്കളെ. ഇവിടെ ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടില്ല. ഈ എമൗണ്ട് ഒന്നും നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇതൊക്കെ എപ്പോഴും കൊടുക്കാനുള്ള എമൗണ്ടാണ്, മനസ്സിലായോ? ഈ 18,000, ഈ 9,000, ഈ 40,000, 20,000 ഒക്കെ കൊടുക്കാനുള്ള എമൗണ്ടാണ്. അതുകൊണ്ട് ആ പൈസ പോയിട്ടില്ല, പൈസ അവിടെ തന്നെ ഉണ്ട്. ക്ലിയർ അല്ലേ പോയിന്റ്? അതുകൊണ്ട് അവിടെ സി ബാർ ഡി എന്ന് കാണിക്കുന്നത്. ഇപ്പോഴും ആ പൈസ കൊടുക്കാണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുക്കാണ്ട് കേട്ടോ. ആ പൈസ ബാങ്കിൽ നിന്ന് പോയിട്ടില്ല, അതുകൊണ്ട് അത് ഫുള്ള് പൈസയും ബാങ്കിലുണ്ടാവും. നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്തിട്ട് ടാലി ആണോ ചെക്ക് ചെയ്യണം. ടാലി ആണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റായി. ടാലി ആവും. ബാലൻസ് ചെയ്ത് നോക്കാം അല്ലേ? രണ്ട് സൈഡും ബാലൻസ് ചെയ്യാം. 5,17,000 പ്ലസ് 10,000 പ്ലസ് 59,000 പ്ലസ് 2,000 5,88,000 എനിക്ക് ഈ സൈഡിൽ കിട്ടിയത്. അതുതന്നെ വേണം അപ്പുറത്തെ സൈഡിലും കിട്ടാൻ. 2,00,000 പ്ലസ് 10,000 പ്ലസ് 57,000 പ്ലസ് 36,000 പ്ലസ് 1,20,000 പ്ലസ് 1,65,000 5,88,000. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ടാലി. നമ്മളും ഹാപ്പി. ക്ലിയർ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബാക്കി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ലെക്ചറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ.